ഹായ്. അപ്പോൾ നമുക്ക് ആദ്യ പാഠം പഠിക്കാൻ ശ്രമിക്കാം. ആദ്യ ഭാഗം നമ്മൾ പഠിക്കുകയാണ്. ആദ്യ പാഠത്തിൻ്റെ പേരെന്താണ്? ദ റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ഇൻ ദ വേൾഡ്. റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ഇൻ ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. വിപ്ലവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. എന്തിനെ കുറിച്ചാണ്? വിപ്ലവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. നമ്മൾ 5 വിപ്ലവങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. എത്ര വിപ്ലവങ്ങളാണ്? 5 വിപ്ലവം. 5 വിപ്ലവങ്ങളിൽ സമരങ്ങൾ വിടും, സ്വാതന്ത്ര്യ സമരം വിടും, എല്ലാം വിടും. അങ്ങനെ 5 വിപ്ലവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ്, ആദ്യത്തെ വിപ്ലവമാണ് ഏത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്താണ്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വിപ്ലവത്തിന്റെ പേരെന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ ആദ്യത്തെ പേജിൽ, ഹിസ്റ്ററിയുടെ ആദ്യത്തെ പേജിൽ എന്ത് എഴുതണം? ഫസ്റ്റ് ഹെഡിങ് കൊടുക്കണം. എന്താ പാഠത്തിന്റെ പേരെന്താണ്? ദ റവല്യൂഷൻ ഇൻഫ്ലുവൻസ് ഇൻ ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് ഹെഡിങ് കൊടുക്കണം. ആദ്യത്തെ പാഠത്തിന്റെ പേരെന്താണ്? ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ള ഹെഡിങ് കൊടുക്കണം. അതിന്റെ അടിയിൽ നമ്മൾ എന്ത് എടുക്കണം? ആദ്യത്തെ വിപ്ലവം ഏതാണെന്ന് കൊടുക്കണം. ആദ്യത്തെ വിപ്ലവം ഏതാണെന്ന് നമ്മൾ കൊടുക്കണം. ആദ്യത്തെ വിപ്ലവമാണ് ഏത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നമുക്ക് സമരങ്ങളെ കുറിച്ച്, ആദ്യത്തെ വിപ്ലവങ്ങളെ കുറിച്ച് മാത്രം ആദ്യം ഡിസ്കസ് ചെയ്യാം, പിന്നീട് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, കിട്ടിയല്ലോ. എന്താ നമ്മുടെ ചാപ്റ്ററിന്റെ പേര്? പാഠത്തിന്റെ പേര് ആദ്യത്തെ ഭാഗം എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. കിട്ടിയല്ലോ? കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അതിൽ പറയുന്നത് എന്താണ്? ഇത് പഠിക്കണ്ടേ? ഇപ്പൊ ഒരു വിപ്ലവം എന്താണ്? വിപ്ലവം എന്ന് പഠിക്കണം. എന്താണ് സ്വാതന്ത്ര്യ സമരം എന്ന് പഠിക്കണം. നമ്മൾ സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ കേട്ടത് ഏതാണ്? ഏത് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. എന്ന വർഷം നടന്നത്? 1947 നടന്ന സ്വാതന്ത്ര്യ സമരം അറിയാലോ. അതിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ക്വിറ്റ് ഇന്ത്യ സമരം 1942, അങ്ങനെ ഓരോ സമരങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇത് അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരമാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരമാണ്. അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ആളുകൾ നടത്തിയ സമരത്തെ കുറിച്ചാണ് ഏതിൽ പറയുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ അവരും മറ്റുള്ള രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയിരുന്നു. ആരെ കീഴ്പ്പെടുത്തിയിരുന്നു? അമേരിക്കയും പണ്ട് കാലത്ത് ഇന്ത്യയെ ബ്രിട്ടീഷ് കീഴടക്കിയ പോലെ അമേരിക്കയും യൂറോപ്യൻസ് കീഴടക്കിയിരുന്നു. ഓക്കെ, വൻ ശക്തികളായിരുന്ന യൂറോപ്യൻസ് അമേരിക്കയും കീഴടക്കിയിരുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത്. ആദ്യത്തെ പോയിന്റ് എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പൊ അമേരിക്കയെ കീഴടക്കിയിരുന്നത് ആരാണ്? യൂറോപ്യൻസ്. ഓക്കെ, യൂറോപ്യൻസ്, ബ്രിട്ടീഷുകാർ എല്ലാം പെടും. യൂറോപ്യൻസിൽ പെടുന്ന എല്ലാവരും പെടും. അപ്പോൾ യൂറോപ്യൻസ് ആണ് ആരെ കീഴ്പ്പെടുത്തിയത്? അമേരിക്കയെ കീഴ്പ്പെടുത്തിയത്. കിട്ടുമല്ലോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഹെഡിങ് എന്താ നമ്മൾ കൊടുക്കേണ്ടത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, ഇനി അതിൽ പറയുന്നതാണ് നോ ടാക്സ് ആക്ഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. എന്താ പറയുന്നത്? നോ ടാക്സ് ആക്ഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. എന്താ പറഞ്ഞു കഴിഞ്ഞാല് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അത് പറഞ്ഞാൽ എന്താ വെച്ചാല് ദിസ് സ്ലോഗൻ തണ്ടേർഡ് അലോങ് ഡിഫറെന്റ് പാർട്സ് ഓഫ് നോർത്ത് അമേരിക്ക ഇൻ 18th century. എന്താണ്? ഇതൊരു സ്ലോഗൻ ആണല്ലോ. എന്താണ്? ഇതൊരു മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം thundered along different parts of North America in 18th century. 18ാം സെഞ്ചുറിയിൽ, അതായത് 18ാം നൂറ്റാണ്ടിൽ നോർത്ത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സ്ലോഗൻ, ഈ മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടു. എന്തായിരുന്നു മുദ്രാവാക്യം? നോ ടാക്സ് ആക്ഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ടു. എന്നാണ്? 18ാം നൂറ്റാണ്ടിൽ. എന്നാണ് മുഴങ്ങിക്കേട്ടത്? 18ാം നൂറ്റാണ്ടിൽ ഈ മുദ്രാവാക്യം അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ടു. 18ാം നൂറ്റാണ്ടിൽ. This slogan thundered along different parts of North America in 18th century. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ 18ാം നൂറ്റാണ്ടിൽ ഈ സ്ലോഗൻ, ഈ മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടു. ഏതായിരുന്നു മുദ്രാവാക്യം? നോ ടാക്സ് ആക്ഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. എന്താ പറഞ്ഞത്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇപ്പൊ അമേരിക്കക്കാർ പറയുന്നത്, ഞങ്ങൾ നികുതി നിങ്ങൾക്ക് തരണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ അംഗത്വം വേണം, ഞങ്ങൾ ഇവിടെ പൗരനാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണം, ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും ഇവിടെ സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് ഫ്രീഡം വേണം, എങ്കിൽ മാത്രമേ ഉള്ളൂ യൂറോപ്യൻസിന് ഞങ്ങൾ നികുതി തരികയുള്ളൂ. കാരണം യൂറോപ്യൻസ് ആണല്ലോ അമേരിക്ക എന്ന് ഭരിച്ചിരുന്നത്. അപ്പൊ അമേരിക്കയിലുള്ള ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക്
പ്രാതിനിധ്യം വേണം, ഞങ്ങൾ ഇവിടെ അംഗത്വമുള്ളവരാവണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ നികുതി തരുകയുള്ളൂ എന്ന് ആര് പറഞ്ഞു? അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ പറഞ്ഞു. ഇതാണ് ആദ്യത്തെ പോയിന്റ്. എന്താ പറയുന്നത്? നോ ടാക്സാക്ഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. എവിടെ മുഴങ്ങിക്കേട്ടത്? പാർട്സ് ഓഫ് നോർത്ത് അമേരിക്ക, അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലാണ് മുഴങ്ങിക്കേട്ടത്. എന്തായിരുന്നു മുദ്രാവാക്യം? നോ ടാക്സാക്ഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഏത് നൂറ്റാണ്ടിലാണ് മുഴങ്ങിക്കേട്ടത്? 18ാം നൂറ്റാണ്ടിൽ. എന്നാണ്? 18th century. അപ്പൊ നിങ്ങളുടെ നോട്ടില് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിയിൽ എഴുതണം. ആദ്യത്തെ പോയിന്റ് എന്ത് എഴുതണം? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, അല്ലെങ്കിൽ നോ ടാക്സാക്ഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് എഴുതിയിട്ട് ഇൻവെർട്ടഡ് ഫോമിൽ എഴുതണം. കാരണം എന്താണ്? അതൊരു മുദ്രാവാക്യമാണ്. അത് എഴുതിയിട്ട് അതിന്റെ അടിയിൽ എന്ത് എഴുതണം? ഇംഗ്ലീഷ് മീഡിയം എഴുതണം. നോ ടാക്സാക്ഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. This slogan thundered along different parts of America in 18th century. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടു. ഓക്കെ, അങ്ങനെ എഴുതണം. മലയാളം മീഡിയം എഴുതണം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത് ഇൻവെർട്ടഡ് ഫോമിൽ എഴുതിയിട്ട് ഈ മുദ്രാവാക്യം അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ടു. എന്നാ മുഴങ്ങിക്കേട്ടത്? 18ാം നൂറ്റാണ്ടിൽ. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ 18th century. ഇതിൽ എന്തൊക്കെ പഠിക്കേണ്ടത്? 18th century, 18ാം നൂറ്റാണ്ടിൽ. എന്താണ് മുദ്രാവാക്യം? എന്തായിരുന്നു? സ്ലോഗൻ എന്തായിരുന്നു? നോ ടാക്സാഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. എന്താണ് സ്ലോഗൻ? എന്തായിരുന്നു മുദ്രാവാക്യം? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. എവിടെ മുഴങ്ങിക്കേട്ടത്? അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, പാർട്സ് ഓഫ് അമേരിക്ക. ഓക്കെ, സിമ്പിൾ ആണല്ലോ? സിമ്പിൾ. ഓക്കെ, അപ്പോ ഒരു മുദ്രാവാക്യം നമ്മൾ പഠിച്ചു അല്ലെ? എന്താ മുദ്രാവാക്യം? നോ ടാക്സാക്ഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടെന്ന് പറഞ്ഞു. അപ്പോ ഇതൊരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു. ആരുടെ പ്രക്ഷോഭമായിരിക്കും? അമേരിക്കൻ ജനതയുടെ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടത്. ഏതാണ്? ഇതൊരു അജിറ്റേഷന്റെ ഭാഗമായിരുന്നു. ഒരു അജിറ്റേഷൻ മീൻസ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു ഈ മുദ്രാവാക്യം മുഴങ്ങിക്കേട്ടത്. ഇനി അതിനൊരു റീസൺ ഉണ്ടാവും. ഈ അജിറ്റേഷൻ ഈ അജിറ്റേഷൻ വരാനുണ്ടായ ഒരു കാരണം ഉണ്ടാവും. റീസൺസ് ഓഫ് അജിറ്റേഷൻ, അല്ലെങ്കിൽ ഇതിനൊരു കാരണം ഉണ്ടാവും. ഈ പ്രക്ഷോഭത്തിന് ഒരു കാരണം ഉണ്ടാവും. എന്തിനാ കാരണം ഉണ്ടാവുക? ഈ പ്രക്ഷോഭത്തിന് ഒരു കാരണമുണ്ടാവും. എന്താണ്? റീസൺസ് ഓഫ് അജിറ്റേഷൻ. ഈ റീസൺസ് ഓഫ് അജിറ്റേഷൻ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭത്തിനിടയാക്കിയ സാഹചര്യം അല്ലെങ്കിൽ കാരണം. ഓക്കെ, കിട്ടിയല്ലോ? അപ്പൊ അടുത്ത സബ് ഹെഡിങ് ആയിട്ട് എഴുതണം റീസൺസ് ഓഫ് അജിറ്റേഷൻ. എന്താ മലയാളം മീഡിയം എഴുതേണ്ടത്? ഈ പ്രക്ഷോഭത്തിന് ഉണ്ടാക്കിയെടുത്ത കാരണങ്ങൾ, ഈ പ്രക്ഷോഭം ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, ആ കാരണമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ്? റീസൺസ് ഓഫ് അജിറ്റേഷൻ. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അജിറ്റേഷൻ? എന്തായിരുന്നു ആ പ്രക്ഷോഭത്തിനിടയാക്കിയ കാരണം? ഏത് പ്രക്ഷോഭത്തിന് ഒരു പ്രക്ഷോഭം ഉണ്ടായി? ഏതാ പ്രക്ഷോഭം? ആ സ്ലോഗൻ, ഒരു മുദ്രാവാക്യം അമേരിക്കയുടെ വിവിധ തലങ്ങളിൽ ഉടലെടുത്തു. എന്തായിരുന്നു മുദ്രാവാക്യം? നോ ടാക്സാക്ഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. അതിനിടയാക്കിയ കാരണമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്കസ് ചെയ്യല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്താ എഴുതിയേണ്ടത്? എന്തായിരുന്നു? അജിറ്റേഷൻ, റീസൺസ് ഓഫ് അജിറ്റേഷൻ. ഈ പ്രക്ഷോഭത്തിനിടയാക്കിയ കാരണം. എന്താണ് ഈ പ്രക്ഷോഭത്തിനിടയാക്കിയ കാരണം? അതാണ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? 16th century യൂറോപ്യൻസ് മൈഗ്രേറ്റഡ് ടു നോർത്ത് അമേരിക്ക. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് കുടിയേറി. സിമ്പിൾ അല്ലേ? ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് കുടിയേറി. ഓക്കെ, കിട്ടി. ആദ്യത്തെ പോയിന്റ് നമ്മൾ എഴുതി. എന്താ എഴുതിയത്? റീസൺസ് ഓഫ് അജിറ്റേഷന്റെ ആദ്യത്തെ പോയിന്റ് ഏതാണ്? പ്രക്ഷോഭത്തിന് ഇടയാക്കിയ കാരണങ്ങൾക്കുള്ള ആദ്യത്തെ പോയിന്റ് ആണ് 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യർ അമേരിക്കയിലേക്ക് കുടിയേറി. സിമ്പിൾ അല്ലേ? ആദ്യത്തെ പോയിന്റ് നിങ്ങൾ എഴുതി വെക്കണം, കൃത്യമായിട്ട് എഴുതി വെക്കണം. എന്താണ്? 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് കുടിയേറി. 4 പോയിന്റ് ആണ്. എന്തൊക്കെയാണ്? 16th century യൂറോപ്യൻസ് അമേരിക്ക മൈഗ്രേറ്റ്. ഓക്കെ, 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് കുടിയേറി. 4 പോയിന്റ് കിട്ടിയല്ലോ. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ് ആണ് the major aim of the migration was exploit the resource. എന്താണ്? ഇതിനൊരു കാരണം ഉണ്ടാവും. വെറുതെ വരുമോ? യൂറോപ്യൻസ് വെറുതെ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇവിടേക്ക് വരുമോ? അമേരിക്കയ്ക്ക് വരുമോ? ഇല്ല. എന്തിനേലും ഒരു കാരണം ഉണ്ടാവും അല്ലെ? അമേരിക്കയിലേക്ക് യൂറോപ്യൻസ് വെറുതെ ഹായ്ന്ന് കാട്ടി പോകാൻ വരില്ല. എന്തിനാ അവർ വരുന്നത്? the exploit the resource, വിഭവങ്ങൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടാ. എന്തിനാണ് അമേരിക്കയിലേക്ക് യൂറോപ്യൻസ് വന്നത്? the resource, the exploit the resource, വിഭവങ്ങൾ
കൊള്ളയടിക്കാൻ അല്ലെങ്കിൽ കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര് വന്നത്? യൂറോപ്യൻസ് വന്നത്. അപ്പോ മേജർ എയിം എന്താണ്? പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് എന്തായിരുന്നു? വിഭവങ്ങൾ കൈക്കലാക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു ആര് വന്നത്? യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് വന്നത്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് പഠിഞ്ഞു. എന്താ പറയുന്നത്? രണ്ടാമത്തെ പോയിന്റ്, ദ മേജർ എയിം ഓഫ് ദ മൈഗ്രേഷൻ വാസ് എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സ്. എന്താ പറയുന്നത്? ദ മേജർ എയിം, പ്രധാനപ്പെട്ട ലക്ഷ്യം അവരുടേത് എന്തായിരുന്നു? യൂറോപ്യരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഇവരിലേക്ക് അമേരിക്കയിലേക്ക് വരാൻ യൂറോപ്യർക്ക് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ലക്ഷ്യമായിരുന്നു എന്ത്? എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സ്, വിഭവങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഒന്നും പറയണ്ട, ഒറ്റ പോയിന്റിൽ ഒതുക്കിയാൽ മതി. എന്തിനാ അവർ വന്നത്? വിഭവങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി. എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സ്. ഓക്കെ, മേജർ എയിം എന്തായിരുന്നു? പ്രധാനപ്പെട്ട ലക്ഷ്യം അവരുടേത് എന്തായിരുന്നു? വിഭവങ്ങൾ കൈക്കലാക്കുക. എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സ്, വിഭവങ്ങൾ കൈക്കലാക്കുന്നതിന് വേണ്ടി. സിമ്പിൾ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് കിട്ടിയോ? കിട്ടിയില്ലേ? ഉറപ്പിച്ചു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് കിട്ടി. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? 16-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് യൂറോപ്യൻസ് വന്നു. മൈഗ്രേറ്റ് അമേരിക്ക, യൂറോപ്യൻസ്. ഓക്കെ, 16th സെഞ്ചുറി 16-ാം നൂറ്റാണ്ട് അമേരിക്കയിലേക്ക് യൂറോപ്യർ കുടിയേറി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പ്രധാന ലക്ഷ്യം, അവർ വന്നതിന്റെ പ്രധാന ലക്ഷ്യം, മേജർ എയിം എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സ്, വിഭവങ്ങൾ കൈക്കലാക്കുന്നതിനായിട്ടാണ് ആര് വന്നത്? യൂറോപ്യൻസ് അമേരിക്കയിലേക്ക് വന്നത്. സിമ്പിൾ ആണല്ലോ? സിമ്പിൾ. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ്, 18th century England had established 13 colonies in the eastern coast North America. എന്താണ് പറയുന്നത്? സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാല് ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ്, ഇംഗ്ലണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്താ ഇംഗ്ലണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇംഗ്ലണ്ട് അവിടെ സ്ഥാപിച്ചു. എന്താ സ്ഥാപിച്ചത്? ഇംഗ്ലണ്ട് 13 കോളനീസ്. എന്താ സ്ഥാപിച്ചത്? 13 കോളനികള് ഇംഗ്ലണ്ട് അവിടെ സ്ഥാപിച്ചു. എവിടെ സ്ഥാപിച്ചത്? ഈസ്റ്റേൺ കോസ്റ്റ് നോർത്ത് അമേരിക്ക. എന്താണ്? കിഴക്കൻ തീരങ്ങളിൽ, അമേരിക്കയുടെ, നോർത്ത് അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ ആര് സ്ഥാപിച്ചു? ഇംഗ്ലണ്ട്. ഓക്കെ, എന്താ സ്ഥാപിച്ചത്? 13. അപ്പൊ ഇതിനും പറയുന്നത് എന്താണ്? 18-ാം നൂറ്റാണ്ടോടുകൂടി. എന്താണ്? ബൈ ദ 18th century, 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ്, ഇംഗ്ലണ്ട് സ്ഥാപിച്ചു. എന്താ സ്ഥാപിച്ചത്? 13 കോളനികൾ സ്ഥാപിച്ചു. എന്താ സ്ഥാപിച്ചത്? 13 കോളനികൾ സ്ഥാപിച്ചു. ആരാ സ്ഥാപിച്ചത്? ഇംഗ്ലണ്ട് സ്ഥാപിച്ചു. എവിടെ സ്ഥാപിച്ചത് എന്ന് പറയുന്നത്? ഈസ്റ്റേൺ കോസ്റ്റ് നോർത്ത് അമേരിക്ക. എന്താണ്? അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ആരാ സ്ഥാപിച്ചത്? ഇംഗ്ലണ്ട്. എന്നാ സ്ഥാപിച്ചത്? 18-ാം നൂറ്റാണ്ട്. അപ്പൊ ഇതിലും പറയുന്ന 4 പോയിന്റുകളാണ്. 18th century, 13 കോളനീസ്, ഇംഗ്ലണ്ട് എസ്റ്റാബ്ലിഷ്ഡ്. എവിടെ? കിഴക്കൻ തീരങ്ങളിൽ, ഈസ്റ്റേൺ കോസ്റ്റ് നോർത്ത് അമേരിക്ക. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പോ 4 പോയിന്റ് എന്തൊക്കെയാണ്? കിഴക്കൻ തീരങ്ങളിൽ, അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ ഇംഗ്ലണ്ട് സ്ഥാപിച്ചു. എന്നാ സ്ഥാപിച്ചത്? 18-ാം നൂറ്റാണ്ടിൽ. 18th century England had established 13 colony in eastern coast North America. സിമ്പിൾ ആണല്ലോ? അപ്പോ 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. കോളനികൾ ഏതൊക്കെയെന്നുള്ളത് നിങ്ങളുടെ എവിടെയാണ് കോളനികൾ സ്ഥാപിച്ചെന്നുള്ളത് നിങ്ങളുടെ പുസ്തകത്തിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 പോയിന്റ് കിട്ടിയല്ലോ, പ്രധാനപ്പെട്ട 3 പോയിന്റ് കിട്ടിയല്ലോ. എന്താണ് ഈ അജിറ്റേഷൻ, ഈ പ്രക്ഷോഭം ഉയർന്നു വരാനുണ്ടായ കാരണം എന്താണെന്ന് കിട്ടിയല്ലോ. ഒന്നുകൂടി നമ്മൾ പറയാം. ഫസ്റ്റ് വൺ ആണ്, ഫ്രം ദ 16th century, 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് മൈഗ്രേറ്റ് ടു അമേരിക്ക. അമേരിക്കയിലേക്ക് യൂറോപ്യർ കുടിയേറി. 16-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലേക്ക് യൂറോപ്യർ കുടിയേറി. രണ്ടാമത്തെ പോയിന്റ് ആണ് എന്ന് പറയുന്നത്, ദ മേജർ എയിം, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സ്, വിഭവങ്ങൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര് വന്നത്? യൂറോപ്യൻസ് വന്നത്. വിഭവങ്ങൾ കൈക്കലാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോ രണ്ടാമത്തെ പോയിന്റ് കിട്ടി, വിഭവങ്ങൾ കൈക്കലാക്കുക. എന്താണ്? റിസോഴ്സ്, എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സ്. മൂന്നാമത്തെ ലക്ഷ്യം, അവരവിടെ എന്ത് ചെയ്തു? വിഭവങ്ങൾ കൈക്കലാക്കി മാത്രം പോരല്ല, അവിടെ അവിടെ ഒരു ഇതും വേണം, പവറും വേണം. അപ്പൊ അതിനായിട്ട് അവരെന്ത് ചെയ്തു? 13 കോളനികൾ സ്ഥാപിച്ചു. എസ്റ്റാബ്ലിഷ്ഡ് 13 കോളനീസ് സ്ഥാപിച്ചു. എവിടെ സ്ഥാപിച്ചത്? ഈ ഈസ്റ്റേൺ കോസ്റ്റ്
നോർത്ത് അമേരിക്ക, അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ അവർ സ്ഥാപിച്ചു. സിമ്പിൾ അല്ലേ? 3 പോയിന്റുകൾ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? സിമ്പിൾ അല്ലെ? സിമ്പിൾ അല്ലേ? നിങ്ങൾ ഇങ്ങനെ ഏറ്റവും ടിപ്പായിട്ട് തന്നെ ഇത് എഴുതി വെക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ ഇംഗ്ലണ്ട് ഈ 13 കോളനികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞല്ലേ? എന്തിനാ വെറുതെ അവർ സ്ഥാപിക്കോ? ഒരു കാരണം ഉണ്ടാവില്ലേ? അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞു. എന്താ എസ്റ്റാബ്ലിഷ് ചെയ്തത്? 13 കോളനികൾ അവര് കിഴക്കൻ തീരങ്ങൾ, അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. അത് അവരെന്തിനായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് ചെറിയ പാരഗ്രാഫും കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് പഠിക്കാം. അത് എന്തിനാണ് ആ കോളനികൾ അവര് എന്തിനാണ് ഉപയോഗിച്ചത് എന്നും കൂടി പറയുന്നുണ്ട്. The British treated these colonies as centers to collecting raw materials for their industry and market for selling their products. എന്തിനാണ് ബ്രിട്ടീഷുകാര് ഈ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും, എന്താണ് അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമുള്ള കേന്ദ്രമായി അല്ലെങ്കിൽ കമ്പോളമായി ഈ കോളനികളെ അവർ മാറ്റി. എന്തായിട്ടാണ് മാറ്റിയത്? കോളനീസ് ആർ സെന്റേഴ്സ് ഓഫ് കളക്ടിംഗ് റോ മെറ്റീരിയൽ. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായിട്ട് ഏതിനെ മാറ്റി? ഈ 13 കോളനികളെ ബ്രിട്ടീഷുകാർ മാറ്റി. എന്താക്കി മാറ്റി? അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, കളക്ടിംഗ് റോ മെറ്റീരിയൽസ്. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായിട്ട്, സെന്റർ ആയിട്ട് ഏതിനെ മാറ്റി? ഈ 13 കോളനികളെ മാറ്റി. എന്തായിട്ടാ മാറ്റിയത്? കളക്ടിംഗ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായിട്ട്, സെന്റർ ആയിട്ട് ഏതിനെ മാറ്റി? ഈ 13 കോളനികളെ മാറ്റി. അതുപോലെ തന്നെ മറ്റൊന്നും കൂടി ചെയ്തു. എന്ത് ചെയ്തു? ഉൽപ്പന്നങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ, ആരുടെ ഉൽപ്പന്നങ്ങൾ? ബ്രിട്ടീഷിന്റെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഉൽപ്പന്നങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ, പ്രൊഡക്ട്സ്, അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാനുള്ള ഒരു മാർക്കറ്റും അതാക്കി. ഏതാക്കിയത്? ഈ 13 കോളനികൾ അവരെന്ത് ചെയ്തു? മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്, അവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന, സെയിൽ ചെയ്യുന്ന ഒരു കേന്ദ്രമായിട്ടും അല്ലെങ്കിൽ കമ്പോളമായിട്ടും അവരതിനെ മാറ്റി. മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്, അവരുടെ സാധനങ്ങൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പോളമായിട്ടും ഏതിനെ മാറ്റി? 13 കോളനികളെ മാറ്റി. 2 എണ്ണായിട്ടാണ് മാറ്റിയത്. എന്തിനാണ്? ഒന്ന്, റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ. കളക്ട് ദ റോ മെറ്റീരിയൽ. എന്താണ്? അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരു കേന്ദ്രമായിട്ടും ഒരു സെന്റർ ആയിട്ടും ഏതിനെ മാറ്റി? ഈ 13 കോളനികളെ മാറ്റി. ഫസ്റ്റ് പോയിന്റ് എന്താണ്? അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായി ഈ 13 കോളനികളെ ബ്രിട്ടീഷ് മാറ്റി. എന്താ മാറ്റിയത്? അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായി ഈ 13 കോളനികളെ ബ്രിട്ടീഷ് മാറ്റി. എങ്ങനെ മാറ്റിയത്? അസംസ്കൃത വസ്തുക്കളെ ശേഖരിക്കുന്ന കേന്ദ്രമായി ഈ 13 കോളനികളെ അവർ മാറ്റി. ദ കളക്ടിംഗ് റോ മെറ്റീരിയൽസ്, അല്ലെ? ദ കളക്ടിംഗ് റോ മെറ്റീരിയൽ, അത് എന്താണ്? വിഭവങ്ങൾ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യുന്ന, റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന സെന്റേഴ്സ് ആക്കി ഏതിനെ മാറ്റി എന്നാ പറയുന്നത്? ഈ 13 കോളനികളെ മാറ്റി. The British treated these colonies as centers to collecting raw materials. എന്താണ് ബ്രിട്ടീഷ് യൂസ് ചെയ്തത്? എങ്ങനെ യൂസ് ചെയ്തത്? 13 കോളനികൾ എങ്ങനെ യൂസ് ചെയ്തത്? സെന്റേഴ്സ് ടു കളക്ടിംഗ് റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായി, സെന്റർ ആയിട്ട് ഏതിനെ മാറ്റി എന്നാ പറയുന്നത്? ഈ 13 കോളനികളെ മാറ്റി. അതിൽ തന്നെ പറയുന്നത് എന്താണ്? അതുപോലെ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കമ്പോളങ്ങളായിട്ട് മാറ്റി. എന്താ പറയുന്നത്? മാർക്കറ്റ് ഫോർ സെല്ലിംഗ് പ്രൊഡക്റ്റ്. എന്താണ്? മാർക്കറ്റ് ഫോർ സെല്ലിംഗ് പ്രൊഡക്റ്റ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മാർക്കറ്റായിട്ടും ഏതിനെ മാറ്റി എന്നാ പറയുന്നത്? നമ്മുടെ ഈ 13 കോളനികളെ മാറ്റി. ആര് മാറ്റി? ബ്രിട്ടീഷ് മാറ്റി. അപ്പൊ 2 പോയിന്റ്, കളക്ടിംഗ് റോ മെറ്റീരിയൽസ്. പിന്നെന്താണ് രണ്ടാമത്തെ പോയിന്റ്? എന്താണ്? സെല്ലിംഗ് ദെയർ പ്രൊഡക്റ്റ്. കളക്ടിംഗ് റോ മെറ്റീരിയൽ, സെല്ലിംഗ് ദെയർ പ്രൊഡക്റ്റ്. 2 പോയിന്റ്. വിഭവങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമാണ് ഈ കോളനികളെ അവർ യൂസ് ചെയ്തത്, ഉപയോഗപ്പെടുത്തിയത്. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഓക്കെ. അപ്പോ ബ്രിട്ടീഷുകാർ ഈ 13 കോളനികൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തിയതെന്നുണ്ട്. ആദ്യം പറയുന്നതാണ്, ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദിസ് കോളനീസ് ആസ്
സെന്റേഴ്സ് ടു കളക്ടിങ് റോ മെറ്റീരിയൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രി. എന്താണ് അവരെന്തിനാണ് ഉപയോഗപ്പെടുത്തിയത്? ഈ 13 കോളനികൾ അവർ ഉപയോഗപ്പെടുത്തിയത് സെന്റേഴ്സ് ടു കളക്ടിങ് റോ മെറ്റീരിയൽസ്, സെന്റേഴ്സിലേക്ക്, കേന്ദ്രങ്ങളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആര് ഉപയോഗപ്പെടുത്തിയത്? ബ്രിട്ടീഷുകാർ ഈ 13 കോളനികളെ ഉപയോഗപ്പെടുത്തിയത്. ഫസ്റ്റ് വൺ, സെന്റേഴ്സ് ടു കളക്ടിങ് റോ മെറ്റീരിയൽസ്, കളക്ടിങ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടി 13 കോളനികൾ അവർ യൂസ് ചെയ്തു അല്ലെങ്കിൽ ഉപയോഗിച്ചു. എന്താണ് സെന്റേഴ്സ് ടു കളക്ടിങ് റോ മെറ്റീരിയൽസ്? 13 കോളനികളെ അവർ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. ആദ്യത്തെ പോയിന്റ് എന്താണ്? അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായി ഇതിനെ മാറ്റി. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന്റെ കേന്ദ്രമായി ഇതിനെ, ഈ 13 കോളനികളെ ബ്രിട്ടീഷ് മാറ്റി. സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാല് ദ കളക്ടിങ് റോ മെറ്റീരിയൽസ്, സെന്റേഴ്സ് ടു കളക്ടിങ് റോ മെറ്റീരിയൽസ്, സെന്റേഴ്സിലേക്ക്, കേന്ദ്രങ്ങളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രങ്ങളായി ഏതിനെ മാറ്റി? ഈ 13 കോളനികളെ മാറ്റി. കളക്ടിങ് റോ മെറ്റീരിയൽസ്. ആദ്യത്തെ പോയിന്റ് എന്താണ്? കളക്ടിങ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രങ്ങളായി ഈ 13 കോളനികളെ അവർ മാറ്റി. ആര് മാറ്റി? ബ്രിട്ടീഷുകാർ മാറ്റി. അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ്, കളക്ടിങ്, ശേഖരിക്കുക. ഏതിലേക്ക് വേണ്ടി? കേന്ദ്രങ്ങളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായി ഏതിനെ മാറ്റി? ബ്രിട്ടീഷുകാർ ഈ 13 കോളനികളെ മാറ്റി. ഓക്കെ, അതിൽ തന്നെ പറയുന്നതാണ് എന്താണ്? മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രോഡക്ട്സ്. എന്താണ്? അവര് ഉൽപ്പാദിപ്പിക്കുന്ന, ബ്രിട്ടീഷുകാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മാർക്കറ്റായിട്ടും ഏതിനെ മാറ്റി? ഈ 13 കോളനികളെ മാറ്റി. മാർക്കറ്റ് ഫോർ സെല്ലിംഗ് പ്രൊഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കമ്പോളങ്ങളായും ഏതിനെ മാറ്റി? ഈ കോളനികളെ മാറ്റി. സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തത് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടും. കളക്ടിങ് റോ മെറ്റീരിയൽസ്, സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്. കളക്ടിങ് റോ മെറ്റീരിയൽസ്, സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനും അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുമാണ് ബ്രിട്ടീഷ് ഈ 13 കോളനികളെ യൂസ് ചെയ്തത്. ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാല് കളക്ടിങ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനും സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്, അവരുടെ പ്രൊഡക്ട്സ് വിറ്റഴിക്കുന്നതിനും, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും വേണ്ടി ബ്രിട്ടീഷുകാർ ഈ 13 കോളനികളെ ഉപയോഗപ്പെടുത്തി. സിമ്പിൾ ആണല്ലോ അല്ലെ? സിമ്പിൾ അല്ലേ? എന്താ പറഞ്ഞത്? കളക്ടിങ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടി. പിന്നെ എന്തിനു ഉപയോഗപ്പെടുത്തിയത് എന്ന് പറഞ്ഞത്? സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി. എന്തിനാ ഉപയോഗപ്പെടുത്തിയത്? സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും വേണ്ടി. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? കളക്ടിങ് റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനും വേണ്ടി. അപ്പൊ 2 പോയിന്റാണ് പ്രധാനപ്പെട്ടത് പറയുന്നത്. 13 കോളനികൾ അവർ സ്ഥാപിച്ചത് എന്തിനാണെന്ന് പറയുന്നത്? കളക്ടിങ് റോ മെറ്റീരിയൽസ്, പിന്നെ സെല്ലിംഗ് ദെയർ പ്രൊഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനുമാണ് ബ്രിട്ടീഷുകാർ ഈ 13 കോളനികളെ ഉപയോഗപ്പെടുത്തിയത്. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഇനി അടുത്തത് പ്രധാനപ്പെട്ടതാണ്, ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഈ ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മെർക്കലിസ്റ്റ് ലോ, മെർക്കലിസ്റ്റ് നിയമം. ഓക്കെ, എന്താ പറയുന്നത്? മെർക്കലിസ്റ്റ് നിയമം. ഇതിനായിട്ട് ഇംഗ്ലണ്ട് ഒരു നിയമം കൊണ്ടുവന്നു. ഓക്കെ, അവിടെ കച്ചവടം നടത്തുന്നതിന് വേണ്ടി, കച്ചവടക്കാർക്ക് വേണ്ടി, അവിടെ കച്ചവടം ചെയ്യുന്ന ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇംഗ്ലണ്ടുകാർ ഒരു നിയമം കൊണ്ടുവന്നു. ഓക്കെ, ഇംഗ്ലണ്ട് ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ പേരാണ് എന്ത്? മെർക്കലിസ്റ്റ് ലോ, മെർക്കലിസ്റ്റ് നിയമം, മെർക്കലിസ്റ്റ് നിയമം. അപ്പോ അടുത്ത ഹെഡിങ് നിങ്ങൾ എന്ത് എഴുതിക്കണം? മെർക്കലിസ്റ്റ് നിയമം. ഓക്കെ, അപ്പൊ അത് പഠിച്ചു. എന്താ പറഞ്ഞത്? ദ ഗുഡ്സ് ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി കാരിയഡ് ഓൺലി ബ്രിട്ടീഷ് ഷിപ്പ്. എന്താ പറഞ്ഞത്? മസ്റ്റ് ബി കാരിയഡ്. എന്താണ്? ബ്രിട്ടീഷിന്റെ അല്ല കോളനിയിലെ ഉൽപ്പന്നങ്ങൾ, കോളനിയിൽ നിന്ന് കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നത് ബ്രിട്ടീഷ് കപ്പലുകളിൽ മാത്രമേ പറ്റുകയുള്ളൂ. എന്താണ്? ബ്രിട്ടീഷ് കപ്പലുകളിൽ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് നിർമ്മിച്ചാൽ ഈ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിൽ മാത്രമേ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ പുറത്തു നിന്നുള്ള കപ്പലുകളിലൊന്നും പാടില്ല. സാധനങ്ങൾ കൊണ്ടുപോവാൻ
ഗൂഡ്സ് ആൻഡ് ഫ്രം ദ കോളനീസ് ടു മസ്റ്റ് ബി കാരിയഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്പ്. എന്താണ്? ബ്രിട്ടീഷ് ഷിപ്പിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കോളനീസ് കപ്പലുകളിൽ മാത്രമേ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞത് രണ്ടാമത്തെ പോയിന്റ് ആണ്. ഇത് പറഞ്ഞല്ലോ, എന്താണ്? ഓൺലി കാരിയഡ് ഓൺലി ബ്രിട്ടീഷ് ഷിപ്പ്, കാരിയഡ് ഓൺലി ബ്രിട്ടീഷ് ഷിപ്പ്. ബ്രിട്ടീഷ് ഷിപ്പിൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ സാധനങ്ങൾ. എവിടെ നിന്ന് എവിടേക്ക്? കോളനീസ് ടു കോളനി, കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ബ്രിട്ടീഷ് കപ്പലുകളിൽ മാത്രമായിരിക്കണം. അല്ലെങ്കിൽ ഏത് കപ്പലിൽ നിന്നായിരിക്കണം? കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിൽ. എന്താണ്? ഷിപ്സ് ബിൽറ്റ് ഇൻ ദ കോളനീസ്, കോളനികൾ നിർമ്മിച്ച കപ്പലുകളിൽ മാത്രം ആയിരിക്കണം. സിമ്പിൾ ആണല്ലോ, രണ്ട് പോയിന്റ് സിമ്പിൾ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പ്രൊഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ could only be exported ഇംഗ്ലണ്ട്. എന്താണ്? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ സാധനങ്ങൾ കയറ്റി അയക്കാൻ പാടുള്ളൂ. ഏതൊക്കെ സാധനങ്ങൾ എന്നുണ്ട്? എന്താണ്? പ്രൊഡക്റ്റ് ഓഫ് ദ കോളനീസ്, കോളനിയുടെ ഉൽപ്പന്നങ്ങളായ ഏതൊക്കെയാണ്? കോളനിയുടെ ഉൽപ്പന്നങ്ങളായ ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ could only be exported. എന്താണ്? ഇത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ എവിടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി ടു ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റിയാക്കാൻ പാടുള്ളൂ. കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില എക്സെട്ര. ഏതൊക്കെയാണ്? പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില. ഏതൊക്കെയാണ്? പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. ഏതൊക്കെയാണ്? ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ. ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ, ഈ എക്സെട്ര. ഇതൊക്കെ എന്ത് ചെയ്യണം? എവിടേക്ക് കയറ്റി അയക്കാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. വേറെ എവിടേക്കും പറ്റൂല. എവിടേക്കും പറ്റൂല? വേറെ എവിടേക്കും കയറ്റി അയക്കാൻ പാടില്ല. ഓൺലി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. ഏതൊക്കെ? ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ. ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ. പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില. പഞ്ചസാര, പരുത്തി, പുകയില, കമ്പിളി. ഓക്കെ, സിമ്പിൾ ആണല്ലോ. രണ്ടാമത്തത് സിമ്പിൾ അല്ലേ? അപ്പൊ ഫസ്റ്റ് എന്താ പറഞ്ഞത്? ബ്രിട്ടീഷ് കപ്പലുകളിൽ മാത്രമേ സാധനങ്ങൾ, കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ബ്രിട്ടീഷ് കപ്പലുകളിലോ കോളനി നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമേ പറ്റുള്ളൂ. ഓൺലി ബ്രിട്ടീഷ് ഷിപ്പ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ദ കോളനി, കോളനികൾ നിർമ്മിച്ച കപ്പലുകളിലോ ബ്രിട്ടീഷ് ഷിപ്പുകളിലോ മാത്രം ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? Products of the colonies like sugar, wool, cotton, tobacco could only be exported England. ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ ടൊബാക്കോയും അതുപോലെ പുകയിലയും കോട്ടണും കമ്പിളിയും പരുത്തിയും പഞ്ചസാരയും കയറ്റി അയക്കാൻ പാടുള്ളൂ. സിമ്പിൾ അല്ലേ? ഓക്കെ, സിമ്പിൾ. ഇനി മൂന്നാമത്തെ നിയമം പഠിക്കാം. മെറിക്കൽ ലിസ്റ്റിൽപ്പെട്ട മൂന്നാമത്തെ നിയമം. ഇപ്പൊ രണ്ട് നിയമങ്ങൾ പഠിച്ചു, ഇനി മൂന്നാമത്തെ നിയമം. ഓക്കെ, അപ്പോ രണ്ട് നിയമം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നിയമം ഏതാണ്? ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ all the legal documents, paper, pamphlets or license. എന്താണ്? ബ്രിട്ടീഷ് സ്റ്റാമ്പ്, ബ്രിട്ടീഷിന്റെ സ്റ്റാമ്പ് ഏതിൽ നിർബന്ധമായിട്ട് പതിച്ചിരിക്കണം? ഏതിലൊക്കെ പതിച്ചിരിക്കേണ്ടത്? ലീഗൽ ഡോക്യുമെന്റ്സിൽ പതിക്കണം, ന്യൂസ് പേപ്പറിൽ പതിക്കണം, പാംപ്ലെറ്റ്സിൽ പതിക്കണം, ലൈസൻസിൽ പതിക്കണം. ഏതിലൊക്കെ പതിക്കേണ്ടത്? പ്രമാണങ്ങളിൽ, വർത്തമാന പത്രങ്ങളിൽ, ലഘുലേഖകളിൽ, ലൈസൻസുകളിൽ എന്ത് ചെയ്യണം? ബ്രിട്ടീഷിന്റെ സ്റ്റാമ്പ് നിർബന്ധമായിട്ടും പതിച്ചിരിക്കണം. ബ്രിട്ടീഷ് സ്റ്റാമ്പ് must affixed legal documents, paper, newspaper, pamphlets and license. പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, പിന്നെന്താണ്? ലൈസൻസുകളിലൊക്കെ എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് സ്റ്റാമ്പ് നിർബന്ധമായിട്ടും പതിക്കണം. ബ്രിട്ടീഷിന്റെ മുദ്ര നിർബന്ധമായിട്ടും പതിച്ചിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് ആണ് ബ്രിട്ടീഷ് സ്റ്റാമ്പ്, ബ്രിട്ടീഷ് മുദ്ര നിർബന്ധമായിട്ടും ഇതിൽ പതിക്കണം എന്ന് പറയുന്നത്. ലീഗൽ ഡോക്യുമെന്റ്സ്, പ്രമാണങ്ങൾ, പേപ്പർ, വർത്തമാന പത്രങ്ങൾ, പാംപ്ലെറ്റ്സ്, ലഘുലേഖകൾ, ലൈസൻസ്, ഇതിലൊക്കെ എന്ത് ചെയ്യണം? ബ്രിട്ടീഷിന്റെ മുദ്ര അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ കിട്ടല്ലോ. ബ്രിട്ടീഷിന്റെ സ്റ്റാമ്പ് ഏതിലൊക്കെ പതിക്കണം എന്ന് പറയുന്നത്? ലീഗൽ ഡോക്യുമെന്റ്സ്, ന്യൂസ് പേപ്പർ, പാംപ്ലെറ്റ്സ്, ലൈസൻസ്, പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകളിലൊക്കെ എന്ത് ചെയ്യണം? ബ്രിട്ടീഷിന്റെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം. സിമ്പിൾ ആണല്ലോ? സിമ്പിൾ. ഇനി നാലാമത്തെ പറയുന്നതാണ് കോളനീസ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ്. എന്താ പറയുന്നത്?
കോളനീസ് പ്രൊവൈഡ് ചെയ്യണം. ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്നത്? ബ്രിട്ടീഷ് ട്രൂപ്സിന്, ബ്രിട്ടീഷിന്റെ സൈന്യത്തിന് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ്, താമസ സ്ഥലവും താമസ സൗകര്യവും ഫുഡും ഭക്ഷണവും ആര് സ്പോൺസർ ചെയ്യണം, അല്ലെങ്കിൽ ആര് പ്രൊവൈഡ് ചെയ്യണം? കോളനീസ് പ്രൊവൈഡ് ചെയ്യണം. 13 കോളനികളോട് എന്താണ് മെർക്കൽ ലിസ്റ്റിൽ നിയമത്തിൽ ആവശ്യപ്പെട്ടത്? ബ്രിട്ടീഷ് ട്രൂപ്സിനുള്ള, ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള ഫുഡും ക്വാർട്ടേഴ്സും ഭക്ഷണവും താമസവും ആര് പ്രൊവൈഡ് ചെയ്യണം? കോളനീസ് റെഡിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാക്കി കൊടുക്കണം. കോളനീസ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്പ്. സൈന്യത്തിനുള്ള താമസവും ഭക്ഷണവും ഒരുക്കി കൊടുക്കാൻ കോളനീസിനോട് മെർക്കൽ ലിസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. എന്തൊക്കെ വേണ്ടത്? താമസ സൗകര്യവും ഭക്ഷണവും. താമസ സൗകര്യവും ഭക്ഷണവും ആർക്ക്? ബ്രിട്ടീഷ് ട്രൂപ്സ്, ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള ഭക്ഷണവും താമസവും ആര് പ്രൊവൈഡ് ചെയ്യണം? കോളനീസ് ഒരുക്കി കൊടുക്കണം. കോളനീസ് പ്രൊവൈഡ് ചെയ്യണം. കോളനീസ് പ്രൊവൈഡഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ്. ബ്രിട്ടീഷ് ട്രൂപ്പിനുള്ള, ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള ഭക്ഷണവും പിന്നെന്താണ്? താമസ സൗകര്യവും ആര് പ്രൊവൈഡ് ചെയ്യണം? കോളനീസ് പ്രൊവൈഡ് ചെയ്യണം. സിമ്പിൾ ആണല്ലോ? സിമ്പിൾ. ലാസ്റ്റ് വൺ ആണ്, അവസാനത്തെ. ഇപ്പൊ 4 കഴിഞ്ഞു, ഇനി 5ാമത്തെ പറയാണ്. ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ഇമ്പോർട്ട് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. എന്താ പറയുന്നത്? ഇമ്പോർട്ട് ടാക്സ്. ഇമ്പോർട്ട് ടാക്സ് പറഞ്ഞാൽ എന്താ? ഇറക്കുമതി ചുങ്കം. ഇറക്കുമതി ചുങ്കം. ഇറക്കുമതി ചുങ്കം ആർക്ക് നൽകണം എന്ന് പറയാം? എന്തിനൊക്കെ നൽകണം എന്ന് പറയുന്നത്? ടീ, ഗ്ലാസ്, പേപ്പർ. എന്താണ്? ചായ, ഗ്ലാസ്, പേപ്പർ എന്നിവയ്ക്ക്, തേയില, ഗ്ലാസ്, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ പേപ്പർ എന്നിവയ്ക്കൊക്കെ എന്ത് ചെയ്യണം? കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ടീ, ഗ്ലാസ്, പേപ്പർ എന്നിവയ്ക്കെല്ലാം ഇറക്കുമതി ചുങ്കം നൽകണം. ആര് നൽകണം? കോളനിക്കാര് എന്ത് നൽകണം? ഇറക്കുമതി ചുങ്കം നൽകണം. ബ്രിട്ടീഷിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ടീ, ഗ്ലാസ്, പേപ്പർ എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. ഇമ്പോർട്ട് ടാക്സ് നൽകണം. സിമ്പിൾ ആണല്ലോ? ഇമ്പോർട്ട് ടാക്സ് നൽകണം. അപ്പോ 5 നിയമങ്ങളാണ് മെർക്കൽ ലിസ്റ്റ് നിയമത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് 5 നിയമങ്ങൾ? അപ്പോ ഇതാണ് 5 മെർക്കൽ ലിസ്റ്റ് നിയമങ്ങൾ. 5 മെർക്കൽ ലിസ്റ്റ് ലോസുകൾ ഇതൊക്കെയാണ്. ആദ്യത്തെ എന്താണ്? കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് സാധനങ്ങൾ കയറ്റി അയക്കുന്നത് എവിടേക്ക് മാത്രം അല്ല, ഏതിലൂടെ മാത്രമായിരിക്കണം? ബ്രിട്ടീഷിന്റെ കപ്പലുകളിൽ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ കോളനികൾ നിർമ്മിച്ച കപ്പലുകളിൽ ആയിരിക്കണം. ഓൺലി ബ്രിട്ടീഷ് ഷിപ്പ് ഓർ ബിൽറ്റ് കോളനി ഷിപ്പ്. ബ്രിട്ടീഷ് ബിൽറ്റ് ചെയ്ത അല്ലെങ്കിൽ ബ്രിട്ടീഷ് നിർമ്മിച്ച കപ്പലുകളിൽ മാത്രമായിരിക്കണം. ഓക്കെ, സിമ്പിൾ ആണല്ലോ? ആദ്യത്തെ ഓൺലി ബ്രിട്ടീഷ് ഷിപ്സ്. ഓൺലി ബ്രിട്ടീഷ് ഷിപ്പ്. ബ്രിട്ടീഷ് ഷിപ്പിൽ മാത്രമായിരിക്കണം സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. രണ്ടാമത്തെ എന്താ പറയുന്നത്? കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി തുടങ്ങിയവയ്ക്ക് എന്താണ്? ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പറ്റുള്ളൂ. ഓൺലി എക്സ്പോർട്ട് ടു ഇംഗ്ലണ്ട്. ഓൺലി എക്സ്പോർട്ട് ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാൻ പാടുള്ളൂ. രണ്ടാമത്തത് ഓൺലി എക്സ്പോർട്ട് ടു ഇംഗ്ലണ്ട്. മൂന്നാമത്തെ എന്താ പറയുന്നത്? ഇവിടെ പറഞ്ഞു ബ്രിട്ടീഷിന്റെ സ്റ്റാമ്പ് പതിക്കണം. ഏതിനൊക്കെ? ലീഗൽ ഡോക്യുമെന്റ്സോ എക്സെട്ര, ന്യൂസ് പേപ്പർ എക്സെട്ര എക്സെട്ര എക്സെട്ര, അതിലൊക്കെ എന്ത് ചെയ്യണം? ഇംഗ്ലണ്ടിന്റെ സ്റ്റാമ്പ് പതിക്കണം. അപ്പോ മൂന്നാമത്തത് ഇംഗ്ലീഷ് സ്റ്റാമ്പ്, രണ്ടാമത്തത് ഓൺലി എക്സ്പോർട്ട്, ഒന്നാമത്തത് ബ്രിട്ടീഷ് ഷിപ്പ്. ബ്രിട്ടീഷ് ഷിപ്പ്, ഓൺലി എക്സ്പോർട്ട്, മൂന്നാമത്തത് സ്റ്റാമ്പ്. നാലാമത്തത് പറയുന്നത് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ്. ആർക്ക് ഒരുക്കണം? ബ്രിട്ടീഷ് ട്രൂപ്പിനുള്ള ഭക്ഷണവും താമസ സൗകര്യവും ആര് ഒരുക്കണം? കോളനീസ് ഒരുക്കണം. അപ്പോ നാലാമത്തത് ബ്രിട്ടീഷ് ട്രൂപ്സ്. നാലാമത്തത് ബ്രിട്ടീഷ് ട്രൂപ്സ്. അഞ്ചാമത്തത് ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് പെയ്ഡ്. ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ആയിട്ടും പെയ്ഡ് ചെയ്യണം. ഇമ്പോർട്ട് ടാക്സ് നിർബന്ധമായിട്ടും അടച്ചിരിക്കണം. ഇറക്കുമതി ചുങ്കം നിർബന്ധമായിട്ടും കോളനികൾ അടച്ചിരിക്കണം. ഏതിന്? ടീ, ഗ്ലാസ്, പേപ്പർ തുടങ്ങിയവയ്ക്ക്. തേയില, ഗ്ലാസ്, പേപ്പർ എന്നിവയ്ക്ക് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിനുള്ള ഇറക്കുമതി ചുങ്കം ആര് വഹിക്കണം? കോളനീസ് വഹിക്കണം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചത്? എന്താണ് അമേരിക്കൻ റവല്യൂഷൻ എന്ന് പഠിച്ചു. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താന്ന് പഠിച്ചു. അതിൽ വരുന്ന എന്തൊക്കെയാണ്? ആദ്യം വരുന്നത് മുദ്രാവാക്യം. എന്താണ് മുദ്രാവാക്യം എന്ന് പഠിച്ചു. നോ ടാക്സാക്ഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പഠിച്ചു. അതിനുശേഷം ആ മുദ്രാവാക്യം ഉരുത്തിരിഞ്ഞു വരാനുള്ള കാരണം, ആജിറ്റേഷൻ വരാനുള്ള കാരണം എന്താന്ന് പഠിച്ചു. ഇംഗ്ലണ്ട് മൈഗ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം അവരവിടെ എന്ത് ചെയ്തു? അവരെന്തിനാണ് അവിടെ മൈഗ്രേറ്റ് ചെയ്തെന്ന് പഠിച്ചു. അവരവിടെ
വിഭവങ്ങൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. റിസോഴ്സ് എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സിനാണെന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തത് പറഞ്ഞത് അതിനുശേഷം അവർ 13 കോളനികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. ആ കോളനികൾ അവർ എന്തായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞത് അവരുടെ സാധനങ്ങൾ സെല്ല് ചെയ്യാനും വേണ്ടിയിട്ടും അവർ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കോളനികൾ അവർ ഉപയോഗപ്പെടുത്തിയത് പറഞ്ഞു. അതിനുശേഷം ഇംഗ്ലണ്ടിന്റെ സഹായത്തോടെ അവിടെ കച്ചവടം നടത്തിയ ആളുകൾ അവിടെ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിന്റെ പേരാണ് മെർക്കന്റിലിസ്റ്റ് ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതുവരെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമ്മൾ കൊറോണ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഹിസ്റ്ററി എന്നുള്ള സബ്ജക്റ്റ് ഇംഗ്ലീഷ് മീഡിയം സെപ്പറേറ്റ് മലയാളം മീഡിയം സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും. അപ്പോൾ പോരായ്മകളൊക്കെ മാറ്റി വെച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമുക്ക് മനസ്സിലായത് മാത്രം ക്ലിയർ ചെയ്യുക. എന്നിട്ട് അറിയാത്തതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് നമ്മളത് ചോദിക്കുക, ഗ്രൂപ്പിലൂടെ ചോദിക്കുക, നമ്മൾ ചർച്ച ചെയ്യുക, ഒരു പൊതു ചർച്ച ചെയ്യുക. ഒരിക്കലും ബാക്കിങ് നിൽക്കേണ്ട. എല്ലാവരും ഹിസ്റ്ററിയിലും എല്ലാവരും 10 A+ വാങ്ങേണ്ട വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഓരോരുത്തരും. എല്ലാവർക്കും ആശംസകൾ. നമ്മളെല്ലാവരും അതിജീവിക്കും. ഈ കൊറോണയെ അതിജീവിക്കുന്ന പോലെ തന്നെ നമ്മളെ 10ാം ക്ലാസ് ജീവിതം നമ്മൾ അടുത്ത മാർച്ച് ഏപ്രിലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഫുൾ A+ കിട്ടിയ നമ്മുടെ ചിത്രങ്ങൾ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതിനെല്ലാവിധ ആശംസകൾ നേരാണ്. അടിച്ചു പൊളിച്ച് പഠിക്കുക. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഡെയിലി എല്ലാത്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.